ഐ ബിൽഡ് കേരള സ്മോളസ്റ്റ് ജിം. പക്ഷെ ഇവിടെ ആർക്കും മെമ്പർഷിപ്പ് കൊടുക്കാറില്ല. യെസ്, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എല്ലാവരും ഈ 10,000-15,000 സ്ക്വയർ ഫീറ്റ് ജിമ്മ് പണിയുമ്പം ഇവന് ചെറിയ കുട്ടി ജിമ്മ് ഉണ്ടാക്കിയിട്ട് ഇത്രയും വീം വളക്കുന്നത് എന്തിനാണെന്ന്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ബട്ട് അതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയ സ്ഥലം കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താണ് ഈ പറഞ്ഞതെന്ന്. സോ അങ്ങോട്ട് പോവാം. വെൽക്കം ടു മൈ സ്പേസ്. സോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. പക്ഷേ ഇതല്ല ജിമ്മ് കാണണമെങ്കിൽ വാ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെറിയൊരു ജിമ്മ്. ഇത്ര ഉള്ളൂ സ്ഥലം. ഈ മാറ്റ് ചെയ്യുന്ന സ്ഥലമാണ് എൻ്റെ ജിമ്മ്. ദിസ് ഈസ് എ സ്മോളസ്റ്റ് ജിം ഇൻ ഇന്ത്യ. ഐ വുഡ് ഗസ്. വേറെ ആരും ഇങ്ങനത്തെ ജിമ്മ് പണിഞ്ഞിട്ടില്ല. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ഇവിടെ എന്തൊക്കെ ഉണ്ട് ആൻഡ് ദ റീസൺ വൈ എ ജിം ലൈക്ക് ദിസ് എക്സിസ്റ്റ് ഇപ്പം റൈറ്റ് നൗ. അത് ഞാൻ പറഞ്ഞുതരാം. ബാ. സോ ആദ്യം തന്നെ വി ഹാവ് ദിസ് പവർ റാക്ക്. ഇത് വരുന്നത് ബുൾറോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ്. ഇറ്റ് ഈസ് ആക്ച്വലി പ്രിറ്റി ഡ്യൂറബിൾ. അതുകൊണ്ടാണ് ഇവിടുന്ന് മേടിച്ചത്. ആൻഡ് വി ഹാവ് ദിസ് ബാർബൽ, സ്റ്റാൻഡേർഡ് ഒളിമ്പിക് ബാർബൽ. ആൻഡ് ഇവിടെ ഒരു സേഫ്റ്റി യൂഷ്വലി നിങ്ങൾ കണ്ടുള്ള റാക്ക് ആയിരിക്കും. ഇവിടെ ഇപ്പം നോക്കുകയാണെങ്കിൽ പുതിയ ടെക്നോളജി തന്നെയാണ്. ഇവിടെ ഒരു ബെൽറ്റ് ആണ് ഇടുന്നത്. ബട്ട് ഇറ്റ് ക്യാൻ ഹോൾഡ് അപ് ടു 400 kg ഐ ഗസ്. പിന്നെ കമ്മിങ് ടു ദിസ് ഏരിയ, ഇവിടെ അങ്ങനെ ഒരു ബോഡി ബിൽഡറോ അല്ലെങ്കിൽ പവർ ലിഫ്റ്ററോ വന്നാൽ ഇവിടെ ഒന്നും ആവത്തില്ല. കാരണം ഡംബിൾസ് നമുക്ക് ഇവിടെ 7.5 മുതൽ 20 kg വരെ ഉള്ളൂ. ബട്ട് ഇൻ ഫ്യൂച്ചർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രേ ഉള്ളൂ. പിന്നെ വരുമ്പം there are some plates here. പ്ലേറ്റ്സ് വരുന്നത് 5 kg ഉണ്ട്, 10 kg ഉണ്ട്, 20 kg ഉണ്ട്, ആൻഡ് ദെൻ 15 kg ഉണ്ട്. പിന്നെ 2 ചെറുത് നമ്മുടെ 2.5 ഇതുകൊണ്ട് ആവശ്യത്തിന്. ആൻഡ് ഇവിടെ മാക്സിമം വെയിറ്റ് നമുക്ക് ഇട്ട് ബാറ് ലോഡ് ചെയ്യാൻ പറ്റുന്ന അറൗണ്ട് 125 kg ആണെന്ന് തോന്നുന്നു, അല്ലേ? ആയിരിക്കും. സോ ഇത്രയാണ് നമുക്ക് വെയിറ്റ്സ് വരുന്നത്. പിന്നെ ദിസ് തിങ് ഇസ് കോൾഡ് പാരലറ്റ്സ്. ഇതിൻ്റെ യൂസ് യൂഷ്വലി നമ്മൾ ജിമ്മിലൊന്നും ചെയ്യാത്ത സാധനമാണ്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഡു മെനി എക്സസൈസസ്. ഹിയർ എനിക്ക് പുഷപ്സ് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ സെറ്റ് ഹോൾഡ് ചെയ്യാം, വേണമെങ്കിൽ പ്ലാഞ്ച് പുഷപ്സ് ചെയ്യാം. നോട്ട് ദ എൻ്റർ പ്ലാഞ്ച് ടെക് പ്ലാഞ്ച്. ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യാം. ഇത്രയും ഓപ്ഷൻസ് ഉള്ളൊരു മൾട്ടിപർപ്പസ് ഐറ്റമാണിത്. പക്ഷേ യൂഷ്വലി ഇതാരും ജിമ്മിൽ യൂസ് ചെയ്യത്തില്ല. കാരണം ദിസ് ഇസ് മോർ ഇൻ ടു ഒരു ബോഡി വെയ്റ്റ് സ്റ്റഫ് ചെയ്യുന്ന ആൾക്കാരാണ്. ഉടുപ്പോയി ഒരു മിനിറ്റ്. ഓക്കെ, റെഡിയാക്കി. അടുത്തെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും യൂസ് ചെയ്യത്തില്ല. ബട്ട് ദോസ് ഹു ആർ ഇൻ ടു ബോഡി വെയ്റ്റ് അല്ലെങ്കിൽ കാലിസ്തെനിക്സ് സ്പെസിഫിക്കലി നോ വൈ ദേ ഷുഡ് ബി യൂസിങ് ദിസ്. കിടിലൻ സാധനമാണ്. റേഞ്ച് ഓഫ് മോഷൻ നല്ല കിടിലായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും വെൻ ഡൂയിങ് പുഷപ്സ്, ഹാൻഡ്സ് ആൻഡ് പുഷപ്സ്. പറഞ്ഞു തരുന്ന ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ വേറെ റിവ്യൂക്കകത്ത്. കമ്മിങ് ടു ബെഞ്ച്, ഇതും ബുൾറോക്കിന് തന്നെയാണ്. ഇറ്റ്സ് ആക്ച്വലി എന്താ പറയുന്നത്, ഇപ്പം നമുക്ക് ഇതും അഡ്ജസ്റ്റ് ചെയ്യാം, ഇതും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊരു കംപ്ലീറ്റ് എന്താ പറയുന്നത് മൂവബിൾ ബെഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലോക്ക്. ദ ഫണി തിങ് ഈസ് ഈ ലോക്ക് എനിക്ക് കിട്ടിയതല്ല, ഞാൻ ഓർഡർ ചെയ്തത് ഒരു മാസം കഴിഞ്ഞിട്ടാണ്. ഇതിപ്പോൾ ഈ സ്റ്റുഡിയോ ബിൽഡ് ചെയ്തിട്ടിപ്പോൾ എത്ര ഓൾമോസ്റ്റ് ഒരു 1 month കഴിഞ്ഞു. ഇതിപ്പോൾ എനിക്ക് വന്നേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച. ഇത്ര നാൾ ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ സ്കോട്ടൊക്കെ ചെയ്തത് ഇങ്ങനെ ബാലൻസ് പേടിച്ചാണ്. ബിക്കോസ് ലോക്കില്ല. ആയാലും ഒരാൾ ഇവിടെ നിൽക്കണം, ഇവിടെ ഒരാൾ നിൽക്കും, അപ്പുറത്തൊരാൾ നിൽക്കും, ഞാൻ അവർക്ക് സ്കോട്ട് ചെയ്യും. എന്തിനാ എങ്ങാണെന്ന് ബാറ് ചരി വന്നെങ്കിൽ കയറി പുഷ് ചെയ്യാൻ. ലോക്കിന് പകരം ഹ്യൂമൻ ലോക്സ് ആയിരുന്നു ഒരു 3-4 ആഴ്ചത്തേക്ക്. എനിവേ ഇതും കിട്ടി. ഐ ഡോണ്ട് നോ വൈ ഐ ഫോർഗോട്ട് ഇത് മേടിക്കാൻ വേണ്ടി എല്ലാം ഓർഡർ ചെയ്തപ്പോൾ. പിന്നെ ഇവിടെ നമുക്കൊരു യോഗ മാറ്റ് ഉണ്ട്. ഇതിനൊരു കുപ്പായം മേടിച്ചിട്ടുണ്ട്. കുപ്പായം ഇട്ട് സുന്ദരമായിട്ടിരിക്കുക. പിന്നെ ആബ് വീൽ റോൾ ഔട്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഈ ഐറ്റം ഫോം റോളർ. ഇതിൻ്റെ യൂസ് എല്ലാം കുറേയൊന്നും എനിക്കറിയത്തില്ല. ദിസ് ഇസ് ഫോർ യുവർ ആബ്സ് ആസ് എ നെയിം സേസ്. ഫോം റോളർ എന്ന് പറയുമ്പം നമ്മുടെ എന്തെങ്കിലും ഫെറ്റിങ് എന്നൊക്കെ ഉണ്ടെങ്കിൽ റോൾ ചെയ്ത് അത് റിലാക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. കമ്മിങ് ടു ദിസ് തിങ്, ഇതും ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ആർ ഫെമിലിയർ. കാണുമ്പോൾ അത് തടിക്കഷ്ണം പോയിരിക്കും. തടിക്കഷ്ണം തന്നെയാണ്, അതുകൊണ്ടാണ്. സോ ബേസിക്കലി ഇതിൻ്റെ പേര് പ്ലയോ ബോക്സ് എന്ന് പറയും. വി ക്യാൻ ഡു ജംപ് സ്ക്വാട്സ്, അതുപോലെ തന്നെ ഇപ്പം പിസ്റ്റൾ സ്ക്വാട്സ് ഒക്കെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇറ്റ്സ് റിയലി ഫങ്ഷണൽ. പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് തന്നെ ഇപ്പം ഇഫ് യു ആർ എ വെരി ബിഗിനർ, ഇഫ് യു ആർ ബിഗിനർ അല്ലെങ്കിൽ ഇഫ് യു ആർ ന്യൂ ടു ജിം, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പുഷപ്സ് ചെയ്യാം. അതുപോലെ ഇതിനൊക്കെ പല യൂസും ഉണ്ട്. പിന്നെ ഇതെല്ലാം തീർത്തിട്ട് കമ്മിങ് ടു ദിസ് പാർട്ട്, വി ഹാവ് എ ഡിപ്പ് ബെൽറ്റ്. ഡിപ്പ് ബെൽറ്റിൻ്റെ യൂസ് ആർക്കൊക്കെ അറിയാം. ഇതും നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ജിമ്മാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ടിപ്പിക്കൽ ജിം എങ്ങനെയാണ് നമ്മൾ കണ്ടുള്ളത്? ഒരു 50 മെഷീൻ നിരത്തിയിടുന്നു, കുറേ വെയ്റ്റ്സ് ഇടുന്നു, നോബഡി ഫോക്കസ്ഡ് ഓൺ ബോഡി വെയ്റ്റ് മൂവ്മെൻറ്റ്സ്.
ഇങ്ങനത്തെയാണ് നമ്മുടെ ടിപ്പിക്കൽ ജിം. ഇത്ര നമ്മൾ കണ്ടും അതുപോലെ കണ്ടീഷൻഡായിട്ട് വന്നേക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു സാധനത്തിൽ വർക്കൗട്ട് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾ കിളി പോകും. കാരണം ഇവിടെ ഒന്നുമില്ല, ലിറ്ററലി 2 വെയിറ്റുണ്ട്, 2 ഡമ്പലും ഉണ്ട്, ഒരു ബാറും വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആര് വർക്കൗട്ട് ചെയ്യും? നിങ്ങൾ ഇവിടെ കൊണ്ട് ഇടുവാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോലും അറിയത്തില്ലായിരിക്കും. ബിക്കോസ് യു ആർ സോ ഡിപ്പെൻഡൻറ്റ് ഓൺ യൂസിങ് മെഷീൻസ്. പക്ഷേ അവിടാണ് ദിസ് തിങ് കോൾഡ് കാലിസ്തനിക്സ് കംസ് ഇൻ ടു പ്ലേ. കാലിസ്തനിക്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഇത്രയും പോലും വേണ്ട, ഇതിൻ്റെ പകുതി സാധനം കൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതാണ് ദ ബ്യൂട്ടി ഓഫ് കാലിസ്തനിക്സ്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ് ഈ ഡിപ്പ് ബാർ. അഗെയിൻ ഡിപ്സ് എന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ആക്ച്വലി പ്രോഗ്രാം ഇൻ ടു യുവർ റൂട്ടീൻ. ആക്ച്വൽ ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ വർക്കൗട്ട് റൂട്ടീനോട് എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഡിപ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു പ്രോപ്പർ ഓവറോൾ ഫിസിക് ബിൽഡ് ചെയ്യണമെങ്കിൽ ഡിപ്സ് ചെയ്തിരിക്കണം. ഡിപ്സ് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇനിയും ചെസ്റ്റ് ഓറിയൻറ്റഡ് ചെയ്യാം, ഫോട്ടോ, അല്ലെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ബാർ ഡിപ്സ് ചെയ്യാം. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ലിറ്ററലി നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് ഫുൾ വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു വിൽ ബിലീവ്, പക്ഷേ ദിസ് ഇസ് എ ട്രൂത്ത്. കാരണം ഐ വിൽ ടെൽ യു എ സ്മോൾ സ്റ്റോറി, ഒരു കുട്ടി സ്റ്റോറി പറഞ്ഞുതരാം. 2020 ആ സമയത്ത് ഐ യൂസ് ടു വർക്കൗട്ട്. എവിടെ നിന്നറിയാമോ? എൻ്റെ വീടിൻ്റെ ടെറസിൽ. ടെറസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ഒരു സാധനവും ഇല്ല. അവിടെ ആ പാടെ ഐ ഹാവ് പാരലറ്റ്സ് പോലത്തെ അതിന് വലിയൊരു സാധനം ഉണ്ടായിരുന്നു, ഇത്ര ഹൈറ്റ് ഉള്ളത്. അതിലാണ് ഡിപ്സും പുഷപ്സും അതുപോലെ പൈക്ക് പുഷപ്സും എല്ലാം ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് പഠിച്ചത്. കാരണം ആ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഐ വാസൻ ഗോയിങ് ടു ജിം. ആ പാടെ ചെയ്യുന്നത് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വീടിൻ്റെ ടെറസിലാണ്. അവിടെ നിന്ന് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്തു. ഐ ലേൺ ഹൗ ടു ട്രെയിൻ വിത്ത് മൈ ബോഡി വെയ്റ്റ്. ആ സിറ്റുവേഷൻ വന്നപ്പോൾ അന്ന് എനിക്കറിയാം, അന്ന് മുതൽ എനിക്ക് മനസ്സിലായി ഈ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഫിസിക് ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആന പോലത്തെ വലിയ ജിമ്മും ഒരു 100 മെഷീൻസും അവിടെ ഇവിടെ എല്ലാം എന്താ പറയുക സ്പെസിഫിക് ഐസൊലേഷൻ മെഷീൻസ്, ഈ മെഷീൻസ്, ലെഗ് പ്രസ്, മറ്റേത് എല്ലാത്തിനും ആവശ്യമില്ല. ആവശ്യത്തിന് ചെയ്യാൻ അറിയാമെങ്കിൽ ഇഫ് യു നോ ഹൗ ടു ട്രെയിൻ വിത്ത് യുവർ ബോഡി വെയ്റ്റ് വർക്കൗട്ട് ഈസ് ഇനഫ്. സത്യം പറഞ്ഞാൽ പിന്നെ നിനക്ക് അതിൻ്റെ മേലോട്ട് പോകണമെങ്കിൽ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ വെയ്റ്റഡ് പുള്ളപ്സ്, വെയ്റ്റഡ് ഡിപ്സ്, വെയ്റ്റഡ് പുഷപ്സ്, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ചെയ്തും അവിടെ നിങ്ങൾ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ ബിലീഫാണ് ജിമ്മിൽ പോയാൽ മാത്രമേ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വെയിറ്റ് എടുത്താൽ മാത്രമേ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. പക്ഷേ ഐ ആം ഹിയർ ടു പ്രൂവ് യു റോങ്. അങ്ങനെയല്ല, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ ഫിസിക് കാണിച്ചത്, എൻ്റെ പടം ഇത് ഐ വാസ് മോസ്റ്റ്ലി ഡൂയിങ് 90% ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ബോഡി വെയ്റ്റിലായിരുന്നു. അല്ലാതെ ഞാൻ അവിടെ ഈ പറഞ്ഞ മെഷീൻസ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഈവൻ നൗ ഇപ്പോഴും ഐ ഡോണ്ട് റിലൈ ഓൺ മെഷീൻസ്. ഇവിടെയാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. ക്യാൻ യു ബിലീവ്? ഇവിടെ ഇപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ. ഇവിടെ മെഷീനോ സാധനമില്ല. ഐ എം ആക്ച്വലി പ്രിവിലേജ്. എനിക്കിവിടെ ഡംബിൾസ് ഉണ്ട്, വെയ്റ്റ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളുകൊണ്ട് ഞാൻ വളരെ പ്രിവിലേജ്ഡ് എന്നേ പറയത്തുള്ളൂ. കാരണം ഇതിൻ്റെ പകുതി ഇല്ലാത്തപ്പോൾ ഐ യൂസ് ടു വർക്കൗട്ട്. സോ അതുകൊണ്ട് ഇഫ് യു ഹാവ് എനി പ്രീ കൺസീവ്ഡ് നോഷൻ വലിയൊരു ജിം വേണം ഫിസിക് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്നാലേ എനിക്കൊരു വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ആർ ആബ്സല്യൂട്ട്ലി റോങ്. അയ്യോ, പിന്നെ വേറൊരു വിട്ടുപോയി ഞാൻ പറയാൻ. സോ ദ ബെസ്റ്റ് എക്യുപ്മെന്റ് ഫോർ അപ്പർ ബോഡി ആണെന്നറിയോ? നിങ്ങൾ ആരും വിചാരിക്കത്തില്ല, നിങ്ങൾ പറയുന്ന ഒരു ഡംബലോ ബാർബലോ ഒന്നുമല്ല. ഇൻ മൈ സിനാരിയോ അല്ലെങ്കിൽ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഐ ബിലീവ് ദിസ് തിങ് ഹിയർ ഈസ് എ ബെസ്റ്റ് എക്യുപ്മെന്റ് യു ക്യാൻ എവർ ഫൈൻഡ്. കാരണം ലിറ്ററലി ഈ സാധനം പാക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും പോകാം. നിങ്ങൾക്ക് ഡംബൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ബാർബിൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. വാട്ട് യു ആർ ക്യാരിങ് ഈസ് യുവർ ബോഡി വെയ്റ്റ്. ഇത് എല്ലായിടത്തും പോകുന്നുണ്ട് അല്ലേ? ഇതെങ്കിലും വെച്ചിട്ട് പോകാൻ പറ്റത്തില്ലോ. അതിനോട് ഈ 2 വളയം എടുത്ത് ബാഗിലോ എവിടെയെങ്കിലും ഇട്ടാൽ വർക്കൗട്ട് സുഖമായിട്ട് ചെയ്യാം. ഇത് എവിടെയെങ്കിലും ഒന്ന് കെട്ടി തൂക്കാനുള്ള സ്ഥലം മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നിങ്ങൾ ലിറ്ററലി യു ക്യാൻ ഡു പുഷപ്സ്, ഡിപ്സ്, ഓസ്ട്രേലിയൻ പുള്ളപ്സ്, മസിൽ അപ്സ്. ഈ ഐറ്റംസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈവേഴ്സ്ഡ് എക്യുപ്മെന്റ് ആണ് ജിംനാസ്റ്റിക് റിങ്സ്. പക്ഷേ അഗെയിൻ നിങ്ങളിവിടെ കാണുന്ന ഐറ്റംസ് ഒന്നും അത്ര ഫെമിലിയർ അല്ല ഇൻ കോമൺ ജിംസ്. വൈ? ബിക്കോസ് ഇതൊരു കോമൺ ജിം അല്ല. ഇത് എൻ്റെ വിഷനിലുള്ള അല്ലെങ്കിൽ ഞാൻ ബാക്കി ആൾക്കാർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വർക്കൗട്ട് ഉണ്ട്. ഒരു ഫങ്ഷണൽ ഹൈബ്രിഡ് ട്രെയിനിങ് മോഡൽ എന്ന് പറയും. അതൊരിക്കലും മെഷീൻസ് കയറുന്ന ഇങ്ങനെ ചെയ്യുന്നതോ അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നതോ അല്ല. ഒബ്വിയസ്ലി ഞാൻ പറയുന്നത് മെഷീൻസ് കൊള്ളത്തിരുന്നല്ല, മെഷീൻസ് നല്ലതാണ്. ബട്ട് 70% ഓഫ് ദ പോപ്പുലേഷന് മെഷീൻസ് അല്ല അവർ റിലൈസ് ചെയ്യേണ്ടത്. കാരണം ഇവരാരും ബോഡി ബിൽഡേഴ്സ് അല്ല. ഇഫ് യു ആർ എ ബോഡി ബിൽഡർ, നിങ്ങളുടെ ഗോൾ എന്താണ്? യു ജസ്റ്റ് നീഡ് മസിൽസ്. ആ മസിൽസ് മസിൽസും കൊണ്ട് നിങ്ങൾക്ക് ആ മസിൽസും കൊണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല.
യു ജസ്റ്റ് നീഡ് ആ ഒരു ഫിസിക്കലി അപ്പീലിംഗ് ലുക്ക്. അതിന് ജസ്റ്റ് മസിൽസ് മാത്രം വന്നാൽ മതി. ഫോർ ദാറ്റ് പർപ്പസ് സിറ്റിംഗ് ഓൺ എ മെഷീൻ ആൻഡ് വർക്കിംഗ് ഔട്ട് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. അവിടെ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ 70% ഓഫ് പോപ്പുലേഷൻ്റെ ഗോള് ചുമ്മാ മസിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയല്ല. ദേ നീഡ് ടു ഇംപ്രൂവ് ദ ലൈഫ് സ്റ്റൈൽ. അതാണ് എല്ലാവരുടെയും മേജർ കൺസേൺ. അങ്ങനെ വരുമ്പം യു ഷുഡ് ബി നോയിങ് ഹൗ ടു യൂസ് യുവർ ബോഡി. സോ ആ രീതി നോക്കുമ്പം ഇതാണ്, ദിസ് ഇസ് വാട്ട് ഐ വുഡ് സജസ്റ്റ്. കമ്പൈനിങ് ബോഡി വെയ്റ്റ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്, സോ ദാറ്റ് യു വിൽ അൺലോക്ക് എന്താ പറയുന്നത്, മോർ മൊബിലിറ്റി, മോർ റേഞ്ച് ഓഫ് മോഷൻ. അങ്ങനെ കംപ്ലീറ്റ് ഫിറ്റ്നസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. Now, ഇതാണ് വിട്ടുപോയ സാധനം. ഇതാണ് ജിംനാസ്റ്റിക് റിങ്സ്. ഇഫ് യു ഹാവൻ ട്രൈഡ് ദിസ് ഔട്ട്, ട്രൈ. ജസ്റ്റ് ഞാൻ ടാസ്ക് തരാം. നിങ്ങൾക്ക് കണ്ട് ഇങ്ങൊന്ന് നിന്നാൽ മാത്രം മതി. ഇഫ് യു ക്യാൻ സ്റ്റേ ലൈക്ക് ദിസ്, ഇറ്റ് മീൻസ് യു ഹാവ് ഗുഡ് സ്റ്റെബിലിറ്റി. ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ട് ഈ സാധനം ചെയ്യാൻ പോകുന്നെങ്കിൽ നിങ്ങളിങ്ങനെ വെറുതെ വിറച്ചുകൊണ്ടിരിക്കും. ഇറ്റ്സ് വെരി കോമൺ. ഒരു ന്യൂബി ആണെങ്കിൽ അതായിരിക്കും ഫസ്റ്റ് എന്താ പറയുന്നത് ഔട്ട്കം നിങ്ങൾ ചെയ്യുമ്പം. പക്ഷേ ഡോണ്ട് വറി, അതങ്ങനെയാണ്. റിങ്സ് റിക്വയർസ് സ്റ്റെബിലിറ്റി, അതുകൊണ്ടാണ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും സ്മോളസ്റ്റ് ജിം, ഈ ഒരു മാരിഡ് ഏരിയ. പക്ഷേ ഇത് എന്തിനാണ് പണിയാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. അത് ഞാൻ പറയാം. ബിഫോർ ദാറ്റ് ഞാൻ ഈ റൂമിൽ ഇത് മാത്രമല്ല വേറെയും കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് സെക്കൻഡ് ഏരിയ കാണിച്ചു തരാം, വിച്ച് ഈസ് മൈ ഫേവറേറ്റ് പ്ലേസ്, ലോഞ്ച്. ഇവിടെ പോവുക, എല്ലാവരും കാണിച്ചു തരാം. ഇവിടെ വരിക, ഇരിക്കുക, ഡോണേജ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. സോ ഫോർ സം റീസൺ എനിക്ക് പ്ലാന്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ആ ഒരു മോഹത്താൽ ഞാൻ 2 ചെടി ഇവിടെ കൊണ്ട് വെച്ചായിരുന്നു. ഒരു ചെടി ഈ ഒരു അവസ്ഥയായി. അതെൻ്റെ കുറ്റം തന്നെയാണ്. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി ഹൗ ടു എന്താ പറയുക നേർച്ചർ പ്ലാന്റ്സ്. ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഈ കൊലമായി. വേറൊരെണ്ണം കാണിച്ചു തരാം. അത് ഏറ്റവും രസം. വാ, അതൊരു ചെടി മേടിച്ചതാണ്. ഇതിൽ ഏത് ഭാഗത്താണ് ചെടി ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ ഔട്ട്കം. ഈ ഒരു കോല് മാത്രമേ ഉള്ളൂ. ബട്ട് ഇതിലെന്തോ ഫിഡിൽ ഫിഗ് എന്നായിരുന്നു പേര്. ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. വെള്ളം ഒഴിക്കും, വെയിലത്തുകൊണ്ട് വെക്കുമായിരുന്നു. പക്ഷേ ഇറ്റ് ഡിഡ്ന്റ് സർവൈവ്. ഇപ്പോഴത്തെ കോലം അതാണ്. എനിവേ, കമ്മിങ് ടു ദ ആക്ച്വൽ പോയിന്റ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെങ്ങനെ സേവ് ചെയ്യാൻ പറ്റും, ഇതിനെ അല്ല എങ്ങനെ പ്രോപ്പറായിട്ട് ഈ ഒരു സ്പേസിൽ ചെടി വളർത്താൻ പറ്റും എന്നുള്ള എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ഡൗൺ. ബിക്കോസ് ഐ ആം എ ന്യൂബി ഇൻ ദിസ് ഏരിയ. നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യുബിൾ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുക. കമ്മിങ് ബാക്ക്, ഈ ഒരു സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ടു ചിൽ. ഇപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് എടുക്കണമെങ്കിൽ വി നീഡ് ടു സെറ്റ് ടോക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് എടുക്കണമെങ്കിൽ ഐ ക്യാൻ സിറ്റ് ഹിയർ ആൻഡ് ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ദ അതർ പേഴ്സൺ, ഇങ്ങനെ ഫേസ് ടു ഫേസ്. ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം വിത്ത് ദിസ് സ്പേസ്. സോ ഇവിടെ ഒരു കൗച്ച് ഉണ്ട് വിച്ച് ഇസ് ഫ്രം Urban Ladder, ആൻഡ് ദെൻ ദർ ഇസ് എ ബിഗ് റഗ്. ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടി ഐ ഹാഡ് ടു വെയിറ്റ് അറൗണ്ട് 10-15 ദിവസം, ഓൾമോസ്റ്റ് 20 days ഞാൻ വെയിറ്റ് ചെയ്തു ഈ ഒരു സാധനം ഡെലിവറി ചെയ്യാൻ വേണ്ടി. പിന്നെ ഇവിടെ ലൈറ്റ്സ് ഉണ്ട്. ഇവിടെ ഇത് Amaran 200X ലൈറ്റ്. ഇത് വെറും ബേസിക് റിംഗ് ലൈറ്റ്. ഇതെൻ്റെ ട്രൈപോഡ്. ദെൻ ഐ ഹാവ് 2 cameras. അത് ഒരു ക്യാമറയാണ് നിങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് വേറൊരു ലൈറ്റ് കൂടെ ഉണ്ട്, LC500 എന്ന് പറയും. ഇഫ് യു ആർ എ ഫോട്ടോഗ്രാഫർ നിങ്ങൾക്ക് നല്ല ഫെമിലിയർ ആയിരിക്കും. സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഗിയർ. ഇത് കൂടുതൽ ഗിയറായിട്ടൊന്നുമില്ല, ബട്ട് ഐ വിൽ ബി അപ്ഡേറ്റിംഗ് മോർ. പിന്നെ എനിക്ക് ഇപ്പോഴും കഷ്ടപ്പെട്ട് സർവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയുണ്ട് സൈഡിൽ. പിന്നെ അവിടെ ഒരു ലാമ്പുണ്ട്. സോ ദിസ് ഈസ് മൈ ലോഞ്ച് ഏരിയ. ഇതൊന്നും കൂടാതെ എനിക്ക് വേറെ സ്ഥലമുണ്ട്, നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് പ്ലേസ്. കാണിച്ചു തരാം. ഒരു ഹിഡൻ സീക്രട്ട് പ്ലേസ് ആണ്, വിച്ച് ഈസ് പാൻട്രി. സോ ഇവിടെ കയറി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിരിക്കുവാണ്. എല്ലാം ഡയറ്റ് പെപ്സി, ഡയറ്റ് കോക്ക്, ഇതൊക്കെ എല്ലാം 0 കാലറിയാണ് ഓൾമോസ്റ്റ്. ഇതിന് കാലറി ഉണ്ട്, ഇതിന് കാലറി ഉണ്ട്, ഇതിന് കാലറി ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, പൈനാപ്പിൾ, എന്തായിരുന്നു അതിൻ്റെ പേര്, പപ്പായ. സോ ഇതെല്ലാം അടങ്ങിയ ഒരു ഫ്രിഡ്ജുണ്ട്. ബേസിക്കലി ബോറടിക്കുമ്പോൾ അല്ലെ ആരെങ്കിലും വരുമ്പം എടുത്ത് കൊടുക്കാനോ കഴിക്കാനോ ഹെൽത്തി സ്നാക്സ് വെക്കാൻ വേണ്ടി. നിങ്ങൾ കണ്ടല്ലോ പാല്. സോ പാലുള്ള സ്ഥിതിക്ക് ഐ ഹാഡ് ടു ഹാവ് മുസ്ലി. ദിസ് ഇസ് ഫ്രം മസിൽ ബ്ലേസ്. ഇപ്പോൾ കവറില്ലെന്നേ ഉള്ളൂ, സാധനം തന്നെയാണ്.
ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ ഷേക്കർ, പറഞ്ഞില്ല അവിടെ ഉണ്ടെന്ന്. ഇൻ കേസ് പ്രോട്ടീൻ ഇൻടേക്ക് തികഞ്ഞില്ലെങ്കിൽ ഇതെടുക്കും, കുടിക്കും. പിന്നെ ഇതെല്ലാം കാണുന്നതെല്ലാം കോഫിയാണ്. കോഫി 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 കോഫി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഐ എം എ കോഫി അഡിക്റ്റ്. അതുമല്ല, നിങ്ങളിപ്പോൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്റ്റുഡിയോ ഇടുന്നതിന് മുന്നേ വരെ, ഇതിട്ടിട്ട് യാത്ര പോയിട്ടില്ല, പക്ഷേ ഇതിന് മുന്നേ വരെ ഓൾമോസ്റ്റ് ആഴ്ച ഒരു 4 ദിവസമെങ്കിലും ഞാൻ കഫേ പോയിരുന്ന് പണിയെടുക്കാനോ അല്ലെങ്കിൽ ബോറടിക്കുമ്പോൾ കഫേ പോയി ഇരുന്നിരിക്കും. അവിടെ ആയിരിക്കും എൻ്റെ പണിയൊക്കെ മിക്കവാറും ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കോഫി ഇഷ്ടമാണ്. സോ ഇപ്പം ആ ചിലവ് ചുരുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ തന്നെ എല്ലാം മേടിച്ച് ചെയ്യുവാണ്. ശരിക്കും ചിലവ് ചുരുങ്ങിയൊന്നുമില്ല, മേടിച്ചതെല്ലാം നല്ല വിലയുള്ള സാധനമായി. ഇപ്പോൾ അവസാനം ഇതെല്ലാം ഓൾമോസ്റ്റ് ഒരു 1000-1500 അങ്ങനെ വിലയുള്ള സാധനങ്ങളാണ്. എന്തായാലും ഇത് എൻ്റെ ഫ്രണ്ട് വൈഷ്ണവി സ്പോൺസർ ചെയ്താണ്. എൻ്റെ ഈ ഒരു അഡീഷൻ കണ്ടിട്ട് ഷൗട്ട് ഔട്ട് ടു വൈഷ്ണവി. ഇതൊക്കെ ഞാൻ തന്നെ മേടിച്ചാണ്. അപ്പോൾ ആരും വേറെ ആരും സ്പോൺസർ ചെയ്തില്ല. അപ്പോൾ ഇൻ കേസ് ഇഫ് യു വോണ്ട് ടു സ്പോൺസർ ഓർ ഇഫ് യു വോണ്ട് ടു മേക്ക് മീ ഹാപ്പി, യു നോ വോട്ട് ടു ഗിഫ്റ്റ് മീ. പിന്നെ അടുത്ത എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതുണ്ട്, കെറ്റിലുണ്ട്. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി. അടുത്ത എൻ്റെ ആഗ്രഹം പറഞ്ഞുതരാം. ഈ ഒരു ഏരിയ ഞാൻ റിസർവ് ചെയ്ത് വെച്ചേക്കുന്നത് ഇറ്റ് ഈസ് ഫോർ എ കോഫി മെഷീൻ, നോട്ട് ദ കൊമേഴ്ഷ്യൽ വൺ, പക്ഷേ ഒരു നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോഫി മെഷീൻ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. പ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ്. അത് ഇപ്പോഴേ കൊണ്ടുവെക്കാത്തത് എന്ന് പറഞ്ഞാൽ ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് യൂസ് ടു ദിസ് പ്ലേസ്. ഉടനെ എല്ലാം കൂടെ വെച്ചിട്ട് കൺജസ്റ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സമയം കൊടുത്തേക്കുന്നത്. സോ അവിടെയും ആ ഒരു അവസരം നിങ്ങൾക്ക് തരാം. ഇൻ കേസ് ഇഫ് യു വോണ്ട് ടു ബൈ മീ ദാറ്റ്, ഡു ദ ഫേവർ. സോ ഇതാണ് എൻ്റെ പാൻട്രി. ഇവിടെ ഈ ഒരു സ്പേസിൽ ഐ എം നോട്ട് ഗോയിങ് ടു ലെറ്റ് എനി വൺ ഈറ്റ് എനിത്തിങ്. അത് സ്ട്രിക്റ്റ് റൂളാണ്. ഇഫ് എനി വൺ വോണ്ട്സ് ടു ഈറ്റ് സംതിങ്, ഇവിടെ കയറുക, ഈ ചെയർ ഇടുക, എക്സോസ്റ്റ് ഓൺ ആക്കുക, എക്സോസ്റ്റ് ഓൺ ആക്കുക, ഇവിടെ ഇരിക്കുക, കഴിക്കുക. സോ ദിസ് ഈസ് ദ ബേസിക് ഹൗസ് റൂൾ. സോ ഇതാണ് പാൻട്രി. പിന്നെ ഇവിടെ ബാത്റൂമുണ്ട്. കാണാനൊന്നുമില്ല, അങ്ങോട്ട് പോകും, ഒന്നുമില്ല. ഇവിടെ ബാത്ടബുള്ള വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒരു ബാത്റൂം, ചെറിയ ബാത്റൂം. സോ ഇപ്പം ഈ പറഞ്ഞ സ്മോളസ്റ്റ് ജിമ്മും കണ്ടു നിങ്ങൾ, അതുപോലെ തന്നെ ആ ലോഞ്ച് ഏരിയയും കണ്ടു. ഇനി നെക്സ്റ്റ് ഒരു ഏരിയ എന്ന് പറയുമ്പം ഇതാണ് ദ ഷെൽഫ്. ഈ ഒരു ഷെൽഫ് ഇവിടെ ഞാൻ എന്നെ തന്നെ പുകഴ്ത്താൻ വേണ്ടി കുറേ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തിങ്, യൂട്യൂബ് പ്ലേ ബട്ടൺ. ഇത് നിങ്ങൾ എനിക്ക് തന്നതാണ്. സോ ഓൾ താങ്ക്സ് ടു യു. ഇത് വിട്ടിട്ടുണ്ട്. പിന്നെ എല്ലാം ഇങ്ങനെ ഓരോരോ ഈ സാധനങ്ങളാണ്, ലൈക്ക് ഓൾ അവാർഡ്സ് വിച്ച് ഐ ഹാവ് ബീൻ ഗെറ്റിംഗ് ത്രൂ ഔട്ട് ദീസ് പാസ്റ്റ് ഇയേഴ്സ്. ഓരോരോ അവാർഡ് വരുന്നു, ഐറ്റംസ് വരുന്നു. പിന്നെ ഇതെന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇത് റാൻഡംലി ഐ സോ ദിസ് ഓൺ ഇൻസ്റ്റാഗ്രാം. ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പം അത് കണ്ടു, മേടിച്ചു. ഇതൊരു ബുള്ളിൻ്റെ ഐറ്റമാണ്. ഇറ്റ് ലുക്ക് ഗുഡ്, അതുകൊണ്ട് അത് മേടിച്ചു വെച്ചേക്കുന്നത് ഞാൻ. ബാക്കിയെല്ലാം മെഡൽ, എല്ലാ ഓരോരോ അവാർഡും കാര്യങ്ങളൊക്കെ. ആൻഡ് ദെൻ നമ്മുടെ യൂഷ്വൽ വി ഹാവ് അവർ മസിൽ ബ്ലേസ് സ്റ്റഫ്. സി, ഇത് പ്രീ വർക്കൗട്ട്, ഇതും പ്രീ വർക്കൗട്ടാണ്. പിന്നെ വേ പ്രോട്ടീനുണ്ട്, പിന്നെ ഒരു ക്രിയാറ്റിനുണ്ട്. സോ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനും എൻ്റെ ഫ്രണ്ട്സും വർക്കൗട്ട് ചെയ്യാൻ വരും. സോ വെനോദേക്കാം വന്ന ഉടനെ എന്തെങ്കിലും സ്കൂപ്പ് എടുത്തിട്ട് ഞാൻ വായോട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് പോയി വർക്കൗട്ട് ചെയ്യാൻ പറയും. ഇതാണ്, ആര് വന്നാലും വാ പൊളിച്ച് ഇട്ട് കൊടുക്കും. ഇതാണ് നമ്മുടെ യൂഷ്വൽ പതിവ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഷെൽഫ്. പിന്നെ ഇവിടെ ഈ വേ പ്രോട്ടീൻ വെച്ചതിന് ഗുണമെന്ന് പറഞ്ഞാൽ ഇൻ കേസ് എനിക്ക് എൻ്റെ പ്രോട്ടീൻ റിക്വയർമെൻ്റ് ഒന്നും ഹിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫുൾ ടൈം ഇട്ടിരിക്കുകയാണെങ്കിൽ ഐ ക്യാൻ സ്റ്റിൽ ടേക്ക് 1 സ്കൂപ്പ്, ഡ്രിങ്ക് ഇറ്റ്. അപ്പോൾ എൻ്റെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് എത്തി. അതാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം. പിന്നെ അടുത്തൊരു സെക്ഷനാണ് ദിസ് ഏരിയ. ഇതെന്ന് പറയുമ്പം മെയിൻലി നമ്മുടെ ക്ലോത്തിങ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും എന്ത് ക്ലോത്തിങ് എന്ന്. സോ പലർക്കും അറിയത്തില്ലായിരിക്കും. സോ വി ഹാവ് അവർ ക്ലോത്തിങ് കമ്പനി അണ്ടർ ഡോണേജ് അത്ലറ്റിക് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് ഓൾറെഡി റണ്ണിങ് ആയിരുന്നു. പിന്നെ ഫോർ സം റീസൺ നമ്മൾ ഇടയ്ക്ക് നിർത്തേണ്ടി വന്നു. കാരണം കുറച്ച് എന്താ പറയുക, മാനുഫാക്ചേഴ്സും അതുപോലെ തന്നെ സ്റ്റോറിങ്ങും അങ്ങനെ കുറച്ച് ഡിലേ ഇഷ്യൂസ് കാരണം അത് ഡിലേ കൊണ്ടുവന്നു. സോ എനിവേ, സോ വി ഹാവ് ദിസ് ക്ലോത്തിങ് പ്ലേസ്. ഇവിടെയാണ് എല്ലാ ഡിസൈൻ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇനിയും വരുന്നുണ്ട് പറഞ്ഞാൽ ദർ ഇസ് സംതിങ് കമ്മിങ് അപ്പ് സൂൺ. അത് നിങ്ങളിത് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പം അതിനെപ്പറ്റി ചിലപ്പം കുറേ കേൾക്കുമായിരിക്കും, ജിയോജി എന്നൊക്കെ. സോ ഇറ്റ്സ് സംതിങ് വെരി സ്പെഷ്യൽ. ഒരു ബിഗസ്റ്റ് ഫിറ്റ്നസ് ഫെസ്റ്റിവൽ ഇൻ കേരളയാണ്. അത് നിങ്ങൾ എന്തെങ്കിലും കാണും മെയ് 10-ാം തീയതി. അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടി വി ഹാവ് മെനി ക്ലോത്തിങ് കമ്മിങ് അപ്പ്. കുറച്ച് കളക്ഷൻസ് വരുന്നുണ്ട്, അതെല്ലാം ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ക്ലോത്തിങ് സെക്ഷൻ. ഇവിടെ ഇതിൻ്റെ താഴെ ക്ലോത്തിങ് മൊത്തം അറേഞ്ച് ചെയ്യുന്നതായിരിക്കും.
ഇത് കുറച്ച് ആൾക്കാർക്ക് ഒരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും ദാറ്റ് വി ഹാഡ് ദിസ് ക്ലോതിങ്. എനിവേ അതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. ഇത് നമുക്ക് മുന്നോട്ട് ഇനിയും പോകുമ്പോൾ സൂപ്പറായിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം മേടിക്കാം. വി ക്യാൻ റെപ്രസെൻറ്റ് ഡോണേജ്. സോ ഇതാണ് ഈ ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഷെൽഫുണ്ട്, പിന്നെ ഇവിടെ ക്ലോതിങ് ഉണ്ട്, പിന്നെ ഈ ഒരു സ്ഥലം അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് വി പ്ലാൻ സംതിങ് വിച്ച് ഇസ് ഇവിടെ ഒരു PC ബിൽഡ് ചെയ്യാൻ പോവാണ്. വിത്ത് ദിസ് PC നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡിറ്ററിന് ഫുൾ ടൈം വന്നിരുന്ന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഹി ക്യാൻ എന്താ പറയുന്നത് കംപ്ലീറ്റ്ലി ഫോക്കസ്. നല്ല ഹൈ പെർഫോമൻസ് PC ഉണ്ടെങ്കിൽ ഇറ്റ് ബി വെരി ഈസി. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇവിടെ ഒരു PC വരും ആൻഡ് ദെൻ ബാക്കി നിങ്ങൾ കണ്ടുപോലെ എവറിത്തിങ് ഇസ് ദെയർ. സോ ദാറ്റ് ബ്രിങ്സ് ടു ദ എൻഡ് ഓഫ് അവർ ടൂർ. ഇതിപ്പം ഒരു ജിമ്മാണോ എന്ന് ചോദിച്ചാൽ അത് ജിമ്മാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഒരു ഓഫീസാണെന്ന് ചോദിച്ചാൽ അതൊരു ഓഫീസാണെന്നും തികച്ച് പറയാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ പണിഞ്ഞ് എന്നുള്ളതൊരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി വന്നു, കാരണം ഐ എം ഗോയിങ് ടു വർക്ക് ഔട്ട്. പക്ഷേ അതിന് മുന്നേ ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്പേസ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഗോ ബാക്ക് ഇൻ ടൈം. ബാക്ക് ഇൻ ടൈം എന്ന് പറയുമ്പോൾ അറൗണ്ട് 2018-19 ആ സമയത്തൊക്കെ, ബാക്ക് വെൻ ഐ വാസ് ഇൻ കോളേജ്. ആ സമയത്ത് കോളേജിലെ പരിപാടികൾ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് കുറേ വർക്കൗട്ടും ഡാൻസും എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ എന്ന് പറഞ്ഞാൽ PG പോകും. PG പോയി കഴിഞ്ഞാൽ ദ ഫസ്റ്റ് തിങ് ഞാൻ ചെയ്യുന്നതെല്ലാം റെഡി ആയിട്ട് ഇരുന്ന ഉടനെ ലാപ്ടോപ്പ് തുറക്കും. പഠിക്കാൻ പോകുന്നല്ല, ഐ യൂസ് ടു വാച്ച് വ്ളോഗ്സ്. പല പല ക്രിയേറ്റേഴ്സിൻ്റെ, ക്രിസ്ത്യൻ ഗുസ്മാൻ, സ്റ്റീവ് കുക്ക്, അങ്ങനെ കുറേ ക്രിയേറ്റേഴ്സിൻ്റെ വ്ളോഗുമാണ്. വാട്ട് എവർ ദേ ഡിഡ് ഇൻ ദെയർ ഡേ ടു ഡേ ലൈഫ്. അവർ വർക്കൗട്ട് ചെയ്യുന്നതും കഴിക്കുന്നതും ഇതൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇൻസ്പയർഡ് ഇരിക്കും. ഇവർക്കൊക്കെ എന്നെ ലൈഫാണ്. ഹൗ ആർ ദേ ഡൂയിങ് ഓൾ ദിസ് വൈൽ ഫോളോയിങ് ദ പാഷൻ? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ആരുമില്ല, റെഫർ ചെയ്യാൻ ആരുമില്ല, ചോദിക്കാൻ ആരുമില്ല. ഐ ജസ്റ്റ് യൂസ് ടു വണ്ടർ, അങ്ങനെ ആവാൻ പറ്റിയായിരുന്നെങ്കിലോ എന്ന്. ഞാനിപ്പോൾ ആയെന്നല്ല പറയുന്നത്, ബട്ട് ദിസ് ഇസ് വാട്ട് ഐ യൂസ് ടു വണ്ടർ പണ്ട്. ആൻഡ് എന്താ പറയുന്നത്, ഫാസ്റ്റ് ഫോർവേഡ്, അത് കോളേജ് കഴിഞ്ഞു. ആ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഇൻസ്പയർ ഇപ്പോൾ കൊണ്ടിരുന്ന അവസാനം ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് പണിക്കൊന്നും പോയില്ല. ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഡയറക്റ്റ്ലി ക്രിയേറ്റിംഗ് വീഡിയോസ്, സോഷ്യൽ മീഡിയ, കോണ്ടന്റ് ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ പുച്ഛവും പരിഹാസവും കേട്ട് മടുത്തു, വീട്ടുകാരായാലും. ആ സമയത്ത് 2019 ഇൻസ്റ്റഗ്രാമെന്നോ വീഡിയോ കോണ്ടൻറ്റ് സോഷ്യൽ മീഡിയ എന്നൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തുമില്ല, അപ്രിഷ്യേറ്റും ചെയ്യത്തില്ല. ഇപ്പോഴാണ് പിന്നെ അത് വന്നു തുടങ്ങിയത്. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു. ആ സമയത്ത് കഷ്ടപ്പെട്ട് നമ്മൾ പതുങ്ങിയൊക്കെ വീഡിയോ എടുക്കും, ഫ്രണ്ട്സിൻ്റെ ഫോണൊക്കെ എടുത്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യും. ഇങ്ങനെ സെറ്റപ്പായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ കോണ്ടന്റ് ക്രിയേഷൻ. ബട്ട് താങ്ക്ഫുള്ളി അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ സാധനം വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ സംസാരിക്കുന്നത്. കീപ്പിംഗ് ദാറ്റ് അസൈഡ്, ഞാൻ പറഞ്ഞത് അങ്ങനെ ഐ സ്റ്റാർട്ട് ദിസ് ക്രിയേഷൻ. ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അങ്ങ് ചെയ്യാൻ നോക്കും. അതാണ് നമ്മുടെ മോട്ടോ. നിങ്ങളതിന് ചെയ്യണം. ഇനിയും അങ്ങനെ പോയി പിന്നെ ഓരോരോ ജിമ്മിലൊക്കെ ഇങ്ങനെ ചോദിക്കണം, പോയി വീഡിയോ എടുക്കാൻ പറ്റുമോ, വീഡിയോ എടുത്തോട്ടെ. അപ്പം നമ്മൾ അവരുടെ ജിം ഓണർ, മാനേജർ, അവിടുത്തെ ക്ലയൻസിൻ്റെ ടൈമിങ് ഇതെല്ലാം നോക്കി ഒരു 100 കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് തന്നെ. അവിടെ നല്ല ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇത്രയും ആൾക്കാർ പെർമിഷൻ, ഇത്രയും ആൾക്കാർ ടൈമിങ് എല്ലാം എടുത്തിട്ടായിരിക്കണം. കാരണം നമ്മൾ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ വി വോണ്ട് ബി ദാറ്റ് കോൺഫിഡൻറ്റ്. ബാക്കി ആൾക്കാർ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ പോയി വീഡിയോ എടുക്കാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷേ ബാക്ക് ദെൻ ഒരാളുടെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വി ഫീൽ കോൺഷ്യസ്. അയ്യോ അവരെന്ന് വിചാരിക്കും എന്നുള്ള സാധനം ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അത് ഞാൻ എല്ലാം തികഞ്ഞ ആളൊന്നുമല്ല. അപ്പോൾ ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ മീ. ക്ലയൻസൊക്കെ ഉണ്ടെങ്കിൽ, ആ ജിമ്മിൽ ക്ലയൻസൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫ്രണ്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ പാടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ആലോചിക്കുന്നു, അയ്യോ ഇങ്ങനത്തെ സ്ഥലം നമുക്കായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ആലോചിക്കുന്നു. പണ്ട് ആലോചിച്ചുകൊണ്ടിരുന്നത് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും വേറെ ആൾക്കാരെ കണ്ടിട്ട്. അത് സ്റ്റാർട്ട് ചെയ്തപ്പം എന്താ പറയുക, ഈ പറഞ്ഞ നമ്മുടേതായിട്ട് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്ന് ആലോചിച്ചു. അപ്പം അന്ന് എനിക്ക് ഈ തോട്ട് മനസ്സിൽ വന്നു, ഓക്കെ ഇങ്ങനെ പ്രൈവറ്റ് സ്പേസ് നമുക്ക് വേണം, എന്നാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സ്ഥലം തുടങ്ങുന്നതിന് മുന്നേ ആയാലും ഞാൻ ഈ അടുത്തുള്ള ജിമ്മിലെല്ലാം പോയി അവിടെ പോയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഗോയിങ് ഗുഡ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദർ ആർ ലിമിറ്റേഷൻ. നമുക്ക് തോന്നുന്ന സമയത്ത് കയറി ചെല്ലാൻ പറ്റത്തില്ല. എഗെയിൻ അവിടെ ക്ലയൻസിൻ്റെ ടൈമിങ്ങും അതുപോലെ ജിമ്മിൻ്റെ എന്താ പറയുക ക്രൗഡുള്ള സമയം ഒന്നും നമുക്ക് കയറി ചെന്നിട്ട് പറ്റത്തില്ല. കാരണം
നമുക്കും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ഷൂട്ടിങ് സമയത്ത് ക്ലയൻസിനും ബുദ്ധിമുട്ടാവും. സോ ഇതെല്ലാം കൺസിഡർ ചെയ്യണം. ഞാൻ പെട്ടെന്ന് ഈ സമയത്ത് ജിമ്മിനോട് പോകണം എന്ന് വിചാരിച്ചാൽ ഒരു 4-4:30 കഴിഞ്ഞിട്ട് ജിമ്മിനോട് പോകണം എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കേസല്ല. ഈവൻ ഇഫ് ഐ വോണ്ട് ടു ഷൂട്ട് എ വീഡിയോ എമർജൻസി ആയിട്ട് നീ എടുക്കണം, അല്ലെങ്കിൽ എടുത്തിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോലും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അതൊന്നും. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഈ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. പക്ഷേ ഇറ്റ് ഓൾ ഗോട്ട് ബെറ്റർ ആൻഡ് ബെറ്റർ ഓരോ വർഷം കൂടുമ്പോഴും, ബിക്കോസ് വി ആർ ഗെറ്റിംഗ് റെക്കഗ്നൈസ് മോർ. അത് കാരണം തന്നെ വി ആർ ഗെറ്റിംഗ് ദ പേർക്സ് അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ദർ ആർ ലിമിറ്റേഷൻസ്. സോ അങ്ങനെ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഐ തോട്ട് ഓക്കെ ഇനിയും വല്ല ജിമ്മിലും പോയി അവരുടെ ടൈം നോക്കി ഓണറിൻ്റെ കാല് പിടിച്ച് അല്ലെങ്കിൽ മാനേജറിനോട് സംസാരിച്ചിട്ട് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ജിമ്മിൽ പോകുമ്പം വേറെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ പാട്ടിടുമായിരിക്കും. അപ്പോൾ നമുക്ക് പോയി പാട്ടൊന്ന് ഓഫ് ചെയ്യണമെന്ന് പറയുന്നത് അത്ര ശരിയല്ല. ബിക്കോസ് അത് അവരുടെ ജിമ്മാണ്, അവിടെ വേറെ ക്ലയൻസ് ഉണ്ട്, നമ്മുടെ ഒരു സ്പേസ് ആയിട്ട് അല്ല അത് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇത്രയും വലിയ സംഭവം എന്ന് പറഞ്ഞ് അതുകൊണ്ട് നിങ്ങൾ പാട്ട് ഓഫ് ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ റീസെൻ്റ്ലി ഞാൻ ഇത്ര നാളും പോയിക്കൊണ്ടിരുന്ന ജിമ്മ് ഇറ്റ് വാസ് ഗോയിങ് ഗുഡ്. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ദേ സ്റ്റാർട്ടഡ് ചാർജിങ് മീ മോർ. അത് കാരണം എൻ്റെ കൂടെ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും അവർ കൂടുതൽ പൈസ മേടിക്കാൻ തുടങ്ങി, വിച്ച് വാസ് അൺഫെയർ. സോ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മതി, ഇനി വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് കോണ്ടന്റ് ക്രിയേഷൻ വേണ്ട. ഐ വിൽ മേക്ക് എ സ്റ്റുഡിയോ, അല്ലെ ഐ വിൽ മേക്ക് എ സ്പേസ് ഓൺ മൈ ഓൺ. അതാകുമ്പോൾ എനിക്ക് തോന്നുവും വരാം, ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വോണ്ട് വെൻ എവർ ഐ വോണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്ഥലം എടുത്തത്. സോ സത്യം പറഞ്ഞാൽ ഇതെടുത്തതിനും ഗുണങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടെ നോർമൽ ലൈറ്റിലാണ്, ജസ്റ്റ് ഇതിൻ്റെ ഇൻറ്റേർണൽ ലൈറ്റ്. പക്ഷേ ഇൻ എ സ്നാപ്പ് ഓഫ് മൈ fingers I can change the entire setup to however I want. ഇപ്പം കംപ്ലീറ്റ്ലി ഞാനിവിടെ വെച്ചേക്കുന്ന ലൈറ്റ്സ് കൊണ്ടാണ് ഞാൻ ലിറ്റപ്പ് ചെയ്തേക്കുന്നത്. എൻ്റെ ബാക്കിയുള്ള ലൈറ്റ്സ് ഓഫ് ചെയ്തു, അതുപോലെ ഷട്ടറും താത്തു. സോ ഈ ഷട്ടറിന് ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഷട്ടർ താത്താൻ ഇവിടെ മൊത്തം പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ലൈറ്റുകൾ വെക്കാം. സോ കോണ്ടന്റ് ക്രിയേഷൻ ഇച്ചിരി എളുപ്പമാകും സിൻസ് ഇങ്ങനത്തെ കുറേ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് ഐ ക്യാൻ ഈസിലി സെറ്റപ്പ് എങ്ങനെ വേണേലും ഈ ലൊക്കേഷൻ മാറ്റിയെടുക്കാൻ പറ്റും. അവിടെ ചോദിക്കേണ്ട ആ ബെഞ്ചോ ഈ ഡെസ്കോ എങ്ങോട്ട് മാറ്റാം. സോ അങ്ങനത്തെ ആ ഫ്ലെക്സിബിലിറ്റി കിട്ടി. അതാ പറഞ്ഞത്, നമ്മളൊരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യും, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരും. അത് നമ്മൾ എങ്ങനെയൊക്കെ ഓവർകം ചെയ്യും, വിച്ച് ഗിവ്സ് എസ് എ ബെറ്റർ ഔട്ട്കം. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. ചലഞ്ചസ് വരുമ്പം യു ഡോണ്ട് ഹാവ് ടു ഫീൽ അയ്യോ അങ്ങനെയാണോ, എനിക്ക് മൊബൈലില്ല ക്യാമറയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതില്ലെങ്കിലും യു വിൽ ട്രൈ ടു ഫൈൻഡ് സം വേ ടു ഗെറ്റ് ഇറ്റ് ഡൺ. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പക്ഷേ ആ ഒരു ഡ്രൈവ് വേണം, അല്ലാതെ എന്താ പറയുക എല്ലാവർക്കും പറ്റണമെന്നില്ല. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ദേ നോ ദേ ആർ മെൻ ഫോർ ഗ്രേറ്റർ തിങ്സ്. അങ്ങനെ വരുമ്പം അവർക്ക് ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നെന്ന് കണ്ടാലും ശരി, അവർക്ക് ഉള്ളിൽ അറിയാം ഈ പറഞ്ഞ പോലെ ഐ ഹാവ് ടു ഡു ദിസ്, എന്നെ അത് രക്ഷിക്കാൻ വരുന്നില്ല, ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് എന്ത് വില കൊടുത്ത് അവരത് സാധിക്കുകയും ചെയ്യും. സോ ദ മെയിൻ മോട്ടീവ് ബിഹൈൻഡ് ദിസ് പ്ലേസ് വാസ് ടു മേക്ക് മൈ കോണ്ടന്റ് ക്രിയേഷൻ മോർ ഈസിയർ. എനിക്ക് അവിടെ ജിം വർക്കൗട്ട് വേണമെങ്കിൽ ചെയ്യാം, ഇവിടെ ഇരുന്ന് എനിക്ക് വേണമെങ്കിൽ ഇതുപോലെ പോഡ്കാസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ചുമ്മാ എടുക്കാം. ഈ ടേബിൾ മാറ്റി വെച്ചാൽ എനിക്ക് വേറെ കൈൻഡ് ഓഫ് വീഡിയോ എടുക്കാൻ പറ്റും. സോ അങ്ങനെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും, ബിക്കോസ് ഐ ഹാവ് ദ ലൈറ്റ്സ് ആൻഡ് റിസോഴ്സസ് ആൻഡ് ദ ക്യാമറ. ഇതാണ് എൻ്റെ ഉദ്ദേശം വിത്ത് ദിസ് പ്ലേസ്. പിന്നെ അതർ ദാൻ ദിസ് ഐ ഹാവ് ദിസ് കോച്ചിങ് കമ്പനി. സോ എൻ്റെ കൂടെ ദർ ആർ 7 ട്രെയിനേഴ്സ് പ്ലസ് ഒരു മാനേജറുണ്ട്, അതുപോലെ എഡിറ്ററുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ ഒരു PC ബിൽഡ് ചെയ്യാൻ പോവാണെന്ന്. അത് എൻ്റെ എഡിറ്ററിനെ ഫുൾ ടൈം വന്നിരുന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. മേ ബി ഐ വിൽ ഹയർ 1 more person, ഒരു വേറെ എഡിറ്ററിനെയും കൂടെ. സോ അങ്ങനെ 2 എഡിറ്റേഴ്സ് ചിലപ്പോൾ ഇവിടെ കാണുമായിരിക്കും ഫുൾ ടൈം ആയിട്ട് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ എൻ്റെ ട്രെയിനേഴ്സിന് ഇപ്പോൾ സിൻസ് വി ഹാവ് ദിസ് ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോം, വി ഹാവ് മെനി ക്ലയൻസ് അബ്രോഡ്, ഇഷ്ടംപോലെ ക്ലയൻസ് ഉണ്ട്. സോ ഇവരൊക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ആണ് നമുക്ക് ഈ ട്രെയിനേഴ്സ് ഉള്ളത്. സോ ദേ ക്യാൻ കം ഹിയർ, ദേ ക്യാൻ യൂസ് മൈ ഫെസിലിറ്റി. അതുപോലെ വന്ന് ഇവിടെ വൈഫൈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേ ക്യാൻ ട്രെയിൻ അതേഴ്സ്, വെർച്വൽ കോച്ചിങ് കൊടുക്കാൻ പറ്റും, അല്ലാതെ ബാക്കിയുള്ള കൈൻഡ് ഓഫ് കോച്ചിങ് എല്ലാം ഡെലിവർ ചെയ്യാൻ പറ്റും, സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും. വി ക്യാൻ ഓൾ ബി പ്രസൻറ്റ് ഇൻ വൺ പ്ലേസ്, ബ്രെയിൻ സ്റ്റോം ഐഡിയാസ് ആൻഡ് ദെൻ അപ്ലൈ ഇറ്റ്. ഇതാണ് ഉദ്ദേശം. വേറൊരു ഉദ്ദേശം ബിഹൈൻഡ് ദിസ് സ്റ്റുഡിയോ. അതായത് സ്റ്റുഡിയോ എന്ന് പറയുമ്പം കോണ്ടന്റ് ക്രിയേഷൻ മാത്രമല്ല, ദിസ് ഇസ് ആൻ ഓഫീസ് സ്പേസ് ഓൾസോ. ഇവിടെ വന്ന ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് മച്ച് മോർ സ്ട്രീം ലൈനിങ്, റൈറ്റ്, എല്ലാം കൊണ്ടും. പിന്നെ ഐ ക്യാൻ സേ ദിസ് പ്ലേസ് ആസ് ആൻ എക്സ്പീരിയൻസ് സ്റ്റോർ. കാരണം നമുക്ക് പല സർവീസസ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് കോച്ചിങ് സർവീസ്. ആൻഡ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു,
ഓൾമോസ്റ്റ് 95% ഓഫ് അവർ ക്ലയൻറ്റ് ബേസ് ഈസ് ഫ്രം അബ്രോഡ്. സോ അവരെപ്പോഴും നാട്ടിലൊക്കെ വരുമ്പം ആൻഡ് ഇഫ് ദേ ആർ വിസിറ്റിംഗ് കൊച്ചി, ഉറപ്പായിട്ടും ദേ ക്യാൻ കം ഹിയർ, ഇൻട്രാക്ട് വിത്ത് ദെയർ ട്രെയിനേഴ്സ്, ദേ ക്യാൻ ഇൻട്രാക്ട് വിത്ത് മീ. അതുപോലെ ഇവിടെ ഒരു സെഷൻ ചെയ്തിട്ട് പോകാൻ പറ്റും, നമുക്ക് അവരെ കുറച്ചുകൂടെ കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം. മനസ്സിലായോ? അവർക്കൊരു പ്രൈവറ്റായിട്ട് വന്ന് അല്ലെങ്കിൽ എക്സ്ക്ലൂസിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വി ഹാവ് ദിസ് സ്പേസ് ഫോർ അവർ ക്ലയൻറ്റ്സ്. അതൊന്ന്. പിന്നെ നമ്മുടെ ക്ലോതിങ് ഞാൻ പറഞ്ഞിച്ചൂടെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ക്ലോതിങ് ഫുൾ ഡിസ്പ്ലേ ചെയ്യും. സോ എനിവൺ ഹു വാണ്ട്സ് ടു ബൈ അവർ ക്ലോതിങ് ക്യാൻ കം ഹിയർ, എക്സ്പീരിയൻസ് ദിസ് ആൻഡ് ദെൻ ലീവ്. പിന്നെ ഇങ്ങനെ പീപ്പിൾ പാസ് ബൈ ദിസ് റോഡ് ആൻഡ് ദേ സി ഡോണേജ്. ചില ആളുകൾക്ക് മനസ്സിലാവുമായിരിക്കും ഡോണേജ് എന്ന് പറയുമ്പോൾ എൻ്റെ ബ്രാൻഡാണെന്ന്. സോ ദേ ഒബ്വിയസ്ലി ആസ്ക് ഫോർ കോച്ചിങ്. നമ്മളോട് ചോദിച്ച് അവസാനം നമ്മളിവിടെ മെമ്പർഷിപ്പ് സാധനം കൊടുക്കുന്നില്ല. ഇവിടെ വേറെ പുറത്തുനിന്ന് ആരും ഇവിടെ കേട്ടത്തില്ല, കാരണം അതിനുള്ള സ്പേസേ അല്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വി ഡോണ്ട് സെൽ മെമ്പർഷിപ്പ് ഹിയർ. പക്ഷേ ഇങ്ങനെ എൻക്വയറി വന്ന് വി ഡിസൈഡ് ടു ടേക്ക് 3 to 4 ക്ലയൻറ്റ്സ്. ഇപ്പോൾ ഓൾറെഡി 4 ബുക്ക്ഡ് ആയിട്ടുണ്ട്. 4 people ആർ ബീങ് ട്രെയിൻഡ് ഹിയർ. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ എടുക്കുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു PT, ഒരു ജിമ്മ് എന്നുള്ള സംഭവമേ അല്ല. അപ്പോൾ മെയിൻ പേർപ്പസ് ഇസ് ഫോർ കോണ്ടന്റ് ക്രിയേഷൻ. അതുപോലെ നമ്മുടെ ഓൺലൈൻ കോച്ചിങ് എല്ലാം സ്ട്രീം ലൈൻ ചെയ്യണം, എളുപ്പമാക്കണം. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആവുന്ന സമയത്ത് മാത്രം നമുക്ക് പുറത്തുനിന്നുള്ള കൊണ്ട് ട്രെയിൻ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 4 വരെ വെച്ചേക്കുന്നത്. കാരണം അതിൽ കൂടുതൽ പോകുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ സർവീസിനെ എഫക്റ്റ് ചെയ്യും. സോ വി ആർ ജസ്റ്റ് കീപ്പിംഗ് ദാറ്റ് ആസ് 4. മേ ബി എന്ത് പറഞ്ഞത്, ഇൻ ഫ്യൂച്ചർ ഇഫ് യു വോണ്ട് യു ക്യാൻ എൻക്വയർ. സ്ലോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ റൈറ്റ് നൗ ഇല്ലെന്നേ ഉള്ളൂ. ആൻഡ് അത് പേടിക്കുന്ന ആവശ്യമില്ല. വേറെ ഗുഡ് ന്യൂസ് ഉണ്ട്, വിച്ച് വിൽ ബി അനൗൺസ് സൂൺ. ഈ ഒരു 4 പേരെ മാത്രമല്ല 100 പേരെ ട്രെയിൻ ചെയ്യപ്പെടുന്ന ഫെസിലിറ്റി നമ്മൾ കൊണ്ടുവരുന്നുണ്ട് സൂൺ. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ലേറ്റർ ഇൻ സം അതർ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഇതൊരു എക്സ്പീരിയൻസുമായിട്ട് വെക്കുന്നു, സ്ട്രീം ലൈൻ ചെയ്യുന്നു, നമ്മുടെ ബാക്കി കോഴ്സസ് ആൻഡ് കോച്ചിങ് ഒക്കെ എളുപ്പമാക്കുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം വിത്ത് ദിസ് പ്ലേസ്. ആൻഡ് വൺ ഓഫ് ദ ഫണ്ണി തിങ് ഈസ് ഇതിൻ്റെ ഫ്രണ്ട് എഴുതിയിരിക്കുന്ന ഡോണേജ് എന്നാണ് ആദ്യം കണ്ടവർ തന്നെ. ഈ ഡോണേജ് വായിക്കാൻ ഇവിടുത്തെ ആൾക്കാർക്ക് പറ്റത്തില്ല. ഇപ്പോൾ ഞാനൊരു സെപ്റ്റോയോ അല്ലെങ്കിൽ സ്വിഗ്ഗി ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇവർ വന്നിട്ട് ഡവനേജ് അല്ലേ, ഇന്നൊരാൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് പറയുവാണ് ഇത് ഡോങ്കി അല്ലേ, ഡോഞ്ചി അല്ലേ. എനിക്കത് ചിരി വന്നിട്ട് ഞാൻ പറഞ്ഞ അവസാനം ഇത് ഡോണേജ് എന്ന് പറയേണ്ടവരെ വന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം. അതൊക്കെ ആർക്കും വായിക്കാൻ പറ്റുന്നത്. ഡവനേജ്, ഡോങ്കിയെ, ഡവാഞ്ചി ഇതൊക്കെയാണ് വായിച്ചിട്ട് പോകുന്നത്. എനിവേ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ദ ടൂർ. ഞാൻ ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാം തന്നെ കാണിച്ചിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്നിപ്പോൾ പറഞ്ഞ പോലെ ഇഫ് യു ആർ എവർ ഡ്രൈവിംഗ് ബൈ ആൻഡ് ഇഫ് യു സീ ദ ബോർഡ് ഡോണേജ്, ഡു സ്റ്റോപ്പ് ബൈ ആൻഡ് ഒരു ഹായ് പറഞ്ഞിട്ട് പോവുക. ഐ വുഡ് ബി ഹാപ്പി. പിന്നെ ഇതുപോലത്തെ മാത്രമല്ല, ഇതുപോലത്തെ വ്ളോഗും കാണാൻ പറ്റും, ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോയും കാണാൻ പറ്റും. ഇതെല്ലാം കാണണമെങ്കിൽ യു ഹാവ് ടു ഡു സംതിങ് വിച്ച് ഇസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ, ബെൽ ഐക്കൺ ഞെക്കി പൊട്ടിക്കുക, ലൈക്ക് ദിസ് വീഡിയോ, ഷെയർ ദിസ് വീഡിയോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, അതെല്ലാം കൂടെ ചെയ്യുക. സോ അണ്ടിൽ ഐ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് സ്റ്റാൻഡ് ഔട്ട്.